മറ്റേ ഗുരുവായൂരമ്പലത്തിലൊക്കെ ബേസിലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ധ്യാനെ ഞാൻ തൂക്കിയെന്ന്. ഇനി അതേപോലത്തെ ബേസിലേട്ടനെ എന്താ മറിച്ചടിക്കാനായിട്ട് എന്തെങ്കിലും ഒരു പടം വരുന്നുണ്ടോ? എപ്പോഴാവും ഇത്? മരത്തിയടിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു അവനെയും കൂടെ ചേർത്തിട്ട് രണ്ടുപേരുടെയും കൂടെ കോമ്പിനേഷനിലൊരു സിനിമ ചെയ്യാം എന്നുള്ള തീരുമാനത്തില്ല. ഞാൻ വിളിച്ച അതൊന്നും ആയിരുന്നില്ല. അതിനിടയിൽ ഈ സിനിമ ഹിറ്റായത് അവൻ വിചാരിച്ച് ഞാൻ അതിനു വേണ്ടി വിളിച്ചാന്ന് വിചാരിച്ചു. ഞാൻ അപ്പോഴാണ് അറിഞ്ഞത് സിനിമ ഹിറ്റാണെന്നുള്ള കാര്യം. അപ്പോൾ ഒരുപാട് സന്തോഷം. ആക്ച്വലി എന്നെ ഗുരുവായൂരമ്പലം നടയിൽ ഒരു കഥാപാത്രം എനിക്ക് യോഗി ബാബു ചെയ്ത പരിപാടിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഏതൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റില്ല, അഭിനയിക്കാൻ പറ്റില്ല. ബേസിലെ സുഹൃത്തായിട്ട് അവസാനം വരുന്നത് അല്ലേ. അപ്പോ അന്ന് വിപിൻ വിളിച്ച സമയത്ത് അത് ചെയ്യാൻ പറ്റില്ല. എന്തായാലും സിനിമ അങ്ങനെയല്ല. അന്ന് വിപിന്റെ സിനിമ ആയതുകൊണ്ടും പിന്നെ ഇവരൊക്കെ എല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് വേറെ ഒരു പടത്തിന് ക്ലാഷ് വന്നുകൊണ്ട് അന്നത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനി അവനെ ഒരു മത്സരം വേണ്ടല്ലോ. അപ്പൊ ഇവൻ തിരിച്ചു വരുമ്പോഴേക്ക് ഞാനും അവനെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 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 ഫ്രാഞ്ചൈസി പോലെ ഇത് നാടോടിക്കാറ്റ് പഠന പ്രൊഫഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ 1, 2, 3 പാർട്ടൊക്കെ ആയിട്ട് ഇനി ഒരുമിച്ച് നിൽക്കാന്നുള്ള തീരുമാനം സന്ധ്യയായി. അല്ല, ഞാൻ പറയുന്നത് ഞാനും അവനും തമ്മിലുള്ള ഒരു സൗഹൃദം അത്ര വർഷമായിട്ടുള്ളതാണ്. നമ്മളെന്ത് പറഞ്ഞാലും അത് അവനങ്ങനെ മദ്യപിക്കുന്ന ആളൊന്നല്ല. അപ്പൊ മദ്യപിക്കുമെന്ന് എനിക്ക് കുറെ കാലമായിട്ട് കച്ചമാണ്. അപ്പൊ അല്ല അങ്ങനല്ല, അതൊന്നും ഉപയോഗിക്കാത്ത ആളാണ്. ഈ 2 സാധനങ്ങളൊന്നും അവനൊന്നും അങ്ങനത്തെ അവനെ കണ്ടാ തോന്നുമോ? അപ്പോ എനിക്ക് തോന്നുന്നു അവരൊരു ചെറിയൊരു കമ്പനി നമ്മള് മൂന്നാറിലാറ്റുള്ള സമയത്തായിട്ടും നമ്മുടെ ഈ ഹോട്ടലിന്റെ ഒക്കെ ക്യാമ്പിൽ നമ്മൾ കഴിച്ചു കൊടുക്കില്ല. ഇതിൽ കഴിച്ചാൽ തന്നെ അവൻ വിറ്റാണ്. അപ്പൊ അങ്ങനെയുള്ള അല്ല, അതൊക്കെ നമ്മൾ വെറുതെ തമാശക്കെന്ന് പറഞ്ഞു. അവന്റെ സിനിമ ഓടുക എന്നുള്ളതൊക്കെ അവനൊക്കെ നമ്മുടെ കൂടെ നമ്മളൊക്കെ ഒരുമിച്ച് വന്നല്ലേ. അവന്റെ സിനിമ ഓടുക എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമല്ലേ നമ്മളെ. അവൻ തന്നെ വിളിക്കുന്നത് അതാണ് നല്ല കാര്യല്ലേ. ഇല്ല, ഞാൻ രാജുവേട്ടനോട് സംവിധാനം ചെയ്യുമല്ലോ. അപ്പൊ പിന്നെ പ്രശ്നം താലിയായിട്ട്. ആവേശം വർഷങ്ങൾക്ക് ശേഷം ആവേശം യൂത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും യങ്സ്റ്റേഴ്സ് ആയിരുന്നു. അതേ വർഷങ്ങൾക്ക് ശേഷം ഡ്രാമയാണ്, ഇമോഷണൽ ഡ്രാമയാണ്. ആ രീതിയിൽ ഏട്ടൻ്റെ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. ഫാമിലി അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഡയറക്ടറിനെ വിശ്വസിച്ച് പോകുന്ന ഫാമിലി ഓഡിയൻസ് ഉണ്ട്. അവരാണ് കൂടുതൽ നമുക്കൊരു ഇനീഷ്യലി കിട്ടിയതൊക്കെ ആ ഇന്റർവ്യൂ ഒന്നും പരിപാടി നമുക്ക് കിട്ടിയ. കാരണം സാധാരണ 2 സിനിമകൾക്ക് കിട്ടുന്ന ഒരു പാട്ടിന്റെ വെൽക്കമിൽ നിന്ന് ആ സിനിമ കിട്ടിയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ആ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററും വീട്ടിൽ നിന്ന് കാണുന്നത്. അപ്പൊ മിക്സഡ് വരുന്നത് പലപ്പോഴും ഇറങ്ങി കഴിഞ്ഞ് ഇത് സാറ്റലൈറ്റിൽ നോക്കിയിട്ട് വരുമ്പോഴാണ്. സിനിമകൾ എപ്പോഴും അങ്ങനെ ഒരു റിവ്യൂ എന്നുള്ള മോസ്റ്റ് പബ്ലിസിറ്റി വിശ്വസിക്കുന്നവരാണോ? ഒരു 10 പേരോട് പറഞ്ഞറിയുന്നതും ഒരു ആളെ ഇപ്പൊ കഴിഞ്ഞ ടെർബോനെ ഇറങ്ങിയ സമയത്ത് നോക്കിന്റെ റിവ്യൂ കണ്ടിട്ട് ഭയങ്കര വിഷയമൊക്കെ ആയിരുന്നു. അവസാനം മമ്മൂട്ടി കമ്പനി കോപ്പറേറ്റ് കൊടുക്കുന്നു. അപ്പൊ അല്ല, അതുകൊണ്ടല്ലോ അപ്പം എന്തായാലും അപ്പൊ അങ്ങനെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരാളെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഒരു റൂമിൽ ഇരുന്ന് ചുമ്മാ ഒരു സിനിമ ജഡ്ജ് ചെയ്യുന്നതിനേക്കാൾ നല്ല ഒരു കണ്ടിഷ്ടപ്പെട്ട ഒരാളോട് പറയുന്നതും എവിടെയോ ഇരുന്ന് എന്താ പറയുക ഇത് നല്ലതാണ് മോശമാണ് അഭിനയം അങ്ങനെയാണ് ക്യാമറ ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു സിനിമാക്കാരുടെ കഷ്ടപ്പാടെന്നല്ല അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഒരാൾ വ്യക്തിഹത്യ ചെയ്യുന്നത് തെറ്റല്ലേ? അല്ല, ഇത് ഞാൻ ഓൾറെഡി ഞാൻ പോയിട്ട് ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടല്ലോ വിഷ്ണുവിനോട്. അന്നും അശ്വന്തിനോട് സംസാരിച്ച കാര്യമാണ്. ഞാൻ പേഴ്സണലി ആൾക്കാരെ മാത്രമേ ഇതിനകത്തോട്ട് സിനിമയെ കുറിച്ച് ആർക്കും അഭിപ്രായപ്പെടാം. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അത് കംപ്ലീറ്റ്ലി അല്ലാതെ പേഴ്സണലി അവരെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ പുള്ളി ചെയ്യുന്നത് എപ്പോഴും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചില കേസുകളിൽ ചിലരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ പുള്ളി ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് അത് വിഷമാവും. അത് പുള്ളിക്കും അറിയാൻ പുള്ളി അത് ചിലപ്പോ നമ്മള് നദികളുടെ സമയത്തൊക്കെ ഞങ്ങള് സംസാരിച്ചിട്ടുള്ളതാണ്. വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോ എന്നെ ഫോണിൽ വിളിച്ച് അശ്വന്ത് പടം ഇഷ്ടപ്പെട്ട് എന്റെ പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട് എന്നെ ഭയങ്കരമായിട്ട് എന്നോട് നമ്പർ എടുത്ത് വിളിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ ഒരുപാട് സോട്ട് സംസാരിച്ചു.
അപ്പൊ പുള്ളി ജെനുവൻ, എനിക്ക് തോന്നിയിട്ടുള്ള പുള്ളി ജെനുവൻ ഫിലിം ലവറാണ് എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ പുള്ളിക്ക് അതിൽ നിന്നൊരു യൂട്യൂബിൽ നമ്മൾ നിൽക്കുന്ന എല്ലാ സ്ഥലത്തും ഇതിനൊക്കെ ഒരു റവന്യൂ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പൊ ആ റവന്യൂ ജനറേറ്റ് ചെയ്യുമ്പോൾ സിനിമയെ നന്നാക്കുക, സിനിമയെ വന്നിരിക്കുന്നതല്ലല്ലോ ഇവരുടെ മോട്ടീവ്. പർപ്പസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പുള്ളിയുടെ കുറെ ഫോളോവേഴ്സ് ഉണ്ട്. ആ ഫോളോവേഴ്സിനെ ഫോളോ ചെയ്യുന്ന കുറെ ആൾക്കാർ, നമ്മളാരും നിർബന്ധിച്ച് പുള്ളി ആരെയും തന്നെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. പുള്ളിയുടെ റിവ്യൂകൾ ഇഷ്ടപ്പെട്ട്, പുള്ളിയുടെ ഒരു സംസാര ശൈലിയൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെട്ട് ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. നമ്മൾ പലരും പുള്ളിയുടെ ഫോളോ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? പുള്ളിയുടെ ഒരു സംസാരം അല്ലെങ്കിൽ ശൈലി നമുക്ക് എവിടെയൊക്കെ ഇഷ്ടമാണ്. പുള്ളി വളരെ ബ്ലണ്ടായിട്ട് ചില ആൾക്കാർ കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതേപോലെ സിനിമ ക്രിയേറ്റേഴ്സിന് പേഴ്സണലി അവരെ ഹരാസ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും തോന്നുന്നു, ഇൻസൾട്ട് ചെയ്യുന്ന പോലെ തോന്നി അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകും. കാരണം ആരും നേരത്തെ പറഞ്ഞ പോലെ ആരും മോശം സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലല്ലോ, നന്നാവണം എന്ന് വെച്ചാൽ ജനുവലി ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്നു. ഇത് ഞാൻ ഇന്റർവ്യൂല് അശ്വത്തിനോട് തന്നെ കോവിനോട് തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച വിഷയമാണ്. ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട്, അതോടൊപ്പം തന്നെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട്. അപ്പൊ ചില സമയത്ത് ആ ലൈൻ ബ്രീച്ച് ആയി കഴിയുമ്പോൾ അത് ഡിസ്ട്രക്റ്റീവ് ആവും. ഡിസ്ട്രക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആൾക്കാർ ഒഫൻഡഡ് ആവും. ഒഫൻഡഡ് ആവുന്ന സമയത്ത് ഇതുപോലെയുള്ള കഴിഞ്ഞതൊക്കെ സിനിമകൾ വന്നപ്പോൾ പോക്കും പ്രൊഡ്യൂസേഴ്സ് ഒക്കെ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വിദ്വേഷമൊക്കെ ഉണ്ടാവാൻ കാരണം അത് ചില സമയത്ത് ഒരു ലൈൻ ക്രോസ് ചെയ്ത്, ഒരു തിൻ ലൈൻ ആണല്ലോ, ആ ലൈൻ ക്രോസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് ഒഫൻസീവ് ആകുമ്പോൾ ആൾക്കാർ അതിനെ റിയാക്ട് ചെയ്യും, തിരിച്ച് പുള്ളി റിയാക്ട് ചെയ്യും. അല്ലെങ്കിൽ ഇതൊക്കെ വിത്തിൻ സോഷ്യൽ മീഡിയ മാത്രമല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിനകത്ത് മാത്രം നടക്കുന്ന ഒരു സംഭവമാണ്. അൾട്ടിമേറ്റ്ലി ഇതിനൊക്കെ മുകളിലാണ് സിനിമയുടെ പവർ. സാധാരണക്കാരും സിനിമ നല്ലതാണെങ്കിൽ ഈ പറഞ്ഞ യാതൊരുവിധ വിഷയമില്ല എന്നാണ്. കാരണം ഞാൻ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അശ്വന്ത് നല്ലതെന്ന് പറഞ്ഞ സിനിമകൾ മോശമായിട്ട് ഓടിയ സിനിമകളുണ്ട്, അശ്വന്ത് മോശമെന്ന് പറഞ്ഞ സിനിമകൾ ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്, ഇല്ലേ? ധ്യാൻചേട്ടന് ഒരു ഇന്റർവ്യൂ സ്റ്റാറിന് കേൾക്കാനാണ് ഇഷ്ടം, അതൊരു ഫിലിം സ്റ്റാറിന് കേൾക്കാനാണ് ഇഷ്ടം? രണ്ടും ഓക്കെ എന്നല്ല. ഞാനിപ്പോ പതുക്കെ ഞാൻ അടുത്ത വർഷം ഒരു പകുതിയോടുകൂടി ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് സംവിധാനം എന്നുള്ള രീതിയിൽ പോകാനാണ് ആഗ്രഹം. അപ്പോൾ പിന്നെ ഒരു 2-3 കുറച്ച് സിനിമ പ്രൊഡക്ഷൻ ചെയ്യാൻ ഏറ്റിട്ടുണ്ട്. ഈ എണ്ണത്തിലൊന്ന് കുറയ്ക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം കുറെ വർഷം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തു. അല്ലല്ല, അടുത്ത ഒരു എന്താ പറയണ്ട, ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ, ഒരു എന്താ പറയണ്ട ലവാഷൻ ഡ്രാമ പോലെ അല്ലെങ്കിൽ പോലും റോംകോം അല്ല, പക്ഷെ ഒരു എന്റർടൈനർ പരിപാടി ആയിരിക്കും അടുത്തത്. ചേട്ടാ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായി, ഞാൻ ഒരു സമയത്ത് കൊറോണ ടൈമിൽ ഇങ്ങനെ അടുപ്പിച്ച് പടങ്ങൾ വരുമ്പോൾ അങ്ങനെ തീർത്ത് വന്നോണ്ടിരിക്കാന്നൊക്കെ. അപ്പൊ അതാണ് തീരാറായെന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയതിനു ശേഷം, അതായത് കരിയറിന്റെ തന്നെ ആ ഗ്രാഫ് തന്നെ മാറി, ആ ക്യാരക്ടർ ഗ്രാഫ് തന്നെ മാറി. ഇപ്പോൾ വരുന്ന കഥകൾ എങ്ങനെയാണ് ചൂസ് ചെയ്യാൻ? ഇപ്പോഴും അങ്ങനെ ചില സിനിമകൾ നമ്മൾ കഥ പോലും കേൾക്കാതെ പോയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ചില ബന്ധങ്ങളുടെ പുറത്ത് എല്ലാവരും ചെയ്യണമെന്നില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ചെയ്തു പോകുന്ന, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴായിട്ട് പറഞ്ഞ പോലെ, പ്രത്യേകിച്ച് ഒരു കരിയറിൽ, ആക്ടിങ് കരിയറിൽ ഒരു പ്ലാൻ ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്കെന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് അടുത്ത വർഷം പകുതിയോടുകൂടി, വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ വന്നുകൊണ്ട് അങ്ങനെ നമ്മുടെ ഒരു ഗ്രാഫ് മാറിയെന്നോ എല്ലാം അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ അത്യാവശ്യം തിരക്കേടില്ലാത്ത കുറച്ച് സിനിമകൾ ഉണ്ട്, നല്ല ഡയറക്ടേഴ്സിലൂടെയൊക്കെ വരാനിരിക്കുന്ന കുറച്ചധികം സിനിമകളുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാം വേണമല്ലോ, മാത്രം പോരല്ലോ. അപ്പൊ അല്ല, ഞാൻ പറഞ്ഞ ഫ്ലോപ്സ് മാത്രം തെറ്റിപ്പോയി, ഫ്ലോപ്സ് മാത്രം പോരല്ലോ, ഹിറ്റൊക്കെ വേണം. ഹിറ്റൊക്കെ അടിച്ച് ഇങ്ങനെ താഴോട്ട് പോകണം, പിന്നെ മുന്തി വരണം. ലൈഫ് അങ്ങനെയാണല്ലോ, അതുകൊണ്ട് അതിന് ആ രീതിയിലേ കാണുന്നുള്ളൂ. ഭൂരിഭാഗം ബോംബായി പോവുകയും ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയം മാറിയോ? അപ്പൊ ആ സമയത്ത് പുല്ല് വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നുമല്ല, നമ്മളൊരു ഒരു ആ ഒരു ഫ്ലോയിലൊക്കെ പോവാന്നല്ലാതെ നമ്മൾ അതിനെ കുറിച്ച്, ഞാൻ ചെയ്ത മിക്ക സിനിമകളും പുതുമുഖ സംവിധായകരോട്, ഈ പുതുമുഖ സംവിധായകരോട് ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ സിനിമ ഓടിയില്ലെങ്കിൽ പിന്നെ അവർക്കൊരു കരിയർ, രണ്ടാമത്തെ സിനിമ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു പാടാണ്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് മലയാള സിനിമ രണ്ടാമത് മോശം സിനിമയിൽ ആദ്യ സിനിമ പൊട്ടിച്ച ഒരാൾക്ക് രണ്ടാമത്തെ സിനിമ കിട്ടുമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഇവരാരും തന്നെ ഒരു ബോംബ് ഇറക്കിയേക്കാം അല്ലെങ്കിൽ ബോംബ് ഇട്ടേക്കാന്ന് വെച്ച സിനിമയിൽ നിന്നല്ല, ഏതെങ്കിലും ഒരു ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സിനിമ വീണു പോകുന്നതാണ്. അങ്ങനെ ഇപ്പം എനിക്ക് ഇതേപോലെ
ബുള്ളറ്റ് ഡൈസ് എന്ന് പറഞ്ഞ പടം, നേരത്തെ പറഞ്ഞ അശ്വന്ത് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞ സിനിമയാണ്. അശ്വന്ത് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു ആ സിനിമ. ഞാൻ ഭയങ്കര സിമ്പിൾ ഡയറി എന്നൊക്കെ പറഞ്ഞ അശ്വന്ത് അഭിപ്രായം ആ സിനിമ സൂപ്പർ ഹിറ്റ് ആകാൻ ഇല്ല. എന്നാ പിന്നെ അശ്വന്ത് അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ആ സിനിമ സൂപ്പർ ഹിറ്റ് ആണ്. മലയാളത്തിൽ തന്നെ കഴിഞ്ഞ വർഷം എടുത്തു നോക്കുമ്പോൾ തന്നെ ഞാൻ ഇത്രയും എണ്ണത്തിൽ ഇത്രയും സിനിമ ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. അല്ലാതെ എന്റെ കൂടെയുള്ള സഹപ്രവർത്തകരായിട്ടുള്ള പലരുടെ സിനിമ ഓടാനൊന്നുമില്ല. സത്യല്ലേ, ചൂസ് ചെയ്ത് നമ്മൾ നല്ലത് മാത്രം നോക്കിയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ട് അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ പോകുന്ന പോലെ തന്നെ പോവാ. നല്ലതും വരും, ഈ പറഞ്ഞ പോലെ മോശ സിനിമകളും വരും. അതിന് ഞാനിപ്പോ എന്തായാലും വളരെ ചൂസ് ചെയ്ത് പോലെ പിക്ക് ചെയ്തിട്ടൊന്നും പോകുന്നില്ല. പോകുന്ന പോലെ പോട്ടെ കാര്യം. ധ്യാൻ ചേട്ടൻ അങ്ങനെ ഇത്ര സിമ്പിൾ ആവാൻ പറ്റും? കാരണം വെച്ചാൽ വേറൊരു ആക്ടർ ഇങ്ങനെ ഇത്ര പടം ചെയ്തു, എന്റെ ഇത്ര പൊട്ടി, എത്ര വിജയിച്ചുള്ളൂ എന്നൊന്നും അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല. ധ്യാൻ ചേട്ടൻ അങ്ങനെ ഇത്ര സിമ്പിൾ ആയിട്ട് എനിക്ക് തന്നെ എത്ര ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ. സിമ്പിൾ ആവുന്ന നമ്മളെത്ര കാലം കാണുന്നു. കഥയ്ക്കപ്പുറത്ത് ആളുകളെ എന്റർടൈൻമെന്റ് ചെയ്യിക്കുന്ന കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ സിനിമ ഈ അടുത്ത കാലത്ത് ഈ സിനിമ വിജയിക്കുന്നതല്ല. കഥയ്ക്കപ്പുറത്ത് ഒരു കണ്ടന്റ് ഉണ്ടെന്ന് എന്റർടൈൻമെന്റ് ആളുകളെ രസിപ്പിക്കുന്നുണ്ടെങ്കിൽ വിജയിച്ചു പോകുന്ന ഒരു ഫോർമുലയാണെന്ന് തോന്നുന്നു ഇപ്പൊ വന്നു പോകുന്നു. അതായത് ട്രെൻഡിനനുസരിച്ച് ഇപ്പൊ ഭൂരിഭാഗം ആളുകളും നല്ലതാണെന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ മോശമാണെന്ന് പറഞ്ഞാൽ കുഴപ്പമാകുമോ എന്ന രീതിയിൽ എല്ലാവരും ആരും മോശമാണെന്ന് പറയുന്നില്ല. ആ സിനിമ എങ്ങനെയുണ്ട്, ആ സിനിമ കണ്ടോ, നല്ല രീതിയിൽ പോകുന്നുണ്ട്, തരക്കേടില്ല എന്നുള്ള ഒരു അഭിപ്രായത്തിന്റെ പുറത്ത് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പൊ സുവർണ്ണ കാലഘട്ടം എല്ലാവരും സുവർണ്ണ കാലഘട്ടം വിശേഷിക്കുമ്പോൾ രഞ്ജിതൻ അങ്ങനെ സുവർണ്ണ കാലഘട്ടമാണെന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ചില സിനിമകൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത സിനിമ ഇത് OTT-യിൽ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ സാറ്റലൈറ്റ് അല്ലെങ്കിൽ OTT-യിലോട്ട് വരുമ്പോഴാണ് ആൾക്കാർ മിക്സഡ് അഭിപ്രായം വരുന്നത്. മിക്കതും OTT-യിൽ കാണുന്ന ആൾക്കാർ തിയേറ്ററിൽ ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. ചില സിനിമകൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു ഫുൾ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് പല സിനിമകളും OTT-യിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ OTT-യിൽ കാണുന്ന ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സ് ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ മാക്സിമം ആൾക്കാർ തിയേറ്ററിൽ പോകാൻ പറ്റാത്ത 35 അല്ലെങ്കിൽ ആ ഒരു കുറച്ചൊരു മിഡിൽ ഏജ് അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള ആൾക്കാരാണ് സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത, ചെറുപ്പക്കാരില്ലാത്ത കുറെ ആൾക്കാരാണ് OTT-യിലും പിന്നെ പുറത്തുള്ള പ്രവാസികളിലും അവരൊക്കെയാണ് OTT-യിൽ നിന്ന് കാണുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത സിനിമ TV-യിൽ നിന്ന് കാണുന്ന സമയത്ത് ഇത് എന്തുകൊണ്ട് ഓടി എന്നൊക്കെ സംശയം വരും.